ദിവസവും നൂറുകണക്കിന് പൊതുജനങ്ങൾ എത്തിച്ചേരുന്ന കുളനട മാർക്കറ്റിന് സമീപം മാലിന്യങ്ങൾ കുന്നുകൂടി കിടന്ന രൂക്ഷമായ ദുർഗന്ധമാണ് വമിക്കുന്നത്. ഇതിന് സമീപത്തായാണ് ടെമ്പോ സ്റ്റാൻഡും YMCA കെട്ടിടത്തിലെ LKG UKG സ്കൂളും പ്രവർത്തിക്കുന്നത്. അസഹ്യമായ ദുർഗന്ധം കാരണം മൂക്കുപൊത്താതെ ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് ജനങ്ങൾ പറയുന്നു. ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാര്യം ആൾക്കാരൊക്കെ മൂക്കിന് ഒക്കെ കൈപിടിച്ച ആൾക്കാരുണ്ട്, ചിലർ ചീത്ത വിളിക്കുന്നുണ്ട്, ചിലർ പ്രാകുന്നുണ്ട്. പഞ്ചായത്തുകാരെ ഒരുപാട് പഞ്ചായത്തുകാരെയൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞാൽ പോകുന്നത്. എല്ലാം ഞങ്ങൾ കേട്ട് ഞാനും മൂക്കിന് പിടിച്ചോണ്ടില്ല. സ്ത്രീകളാണെങ്കിൽ ചന്തയിൽ പോകുന്ന മൂക്ക് എപ്പോഴും വരെ കൈ, മൂക്കിന്റെ ഭാഗത്ത് തന്നെ കൈ സ്ഥിരമായി ഇതിങ്ങനെ കിടക്കുവാണോ അതോ വർഷങ്ങളായി? എനിക്ക് എന്റെ അറിവനുസരിച്ച് 10-30 വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കും. ഒരു 30 വർഷത്തിൽ കുറയത്തില്ല. സ്റ്റാൻഡിലെ മാലിന്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്റ്റാൻഡ് ഇപ്പോൾ ഞങ്ങളിവിടെ അതിൻ്റെ ഒരു 10-20 കൊല്ലമായിട്ട് കിടക്കുന്ന ഈ സ്റ്റാൻഡിലാണ് ഞങ്ങളുടെ ജീവിതം മൊത്തം. ഈ സ്റ്റാൻഡിൽ ഇതുപോലെയുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ടുകൊണ്ടും ഭയങ്കരമായ ഈ പകർച്ചവ്യാധികളും പകർച്ചപ്പനികളും അതുതന്നെ പുഴു ഞരിച്ചുകൊണ്ട് ഇതിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നിരവധി പ്രാവശ്യം ഞങ്ങൾ അവിടെ ചെന്ന് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുകയും പഞ്ചായത്തിനെ പറഞ്ഞിട്ട് കേൾക്കാതെ ഞങ്ങളിത് വാരിക്കൊണ്ട് മറയുകയും ചെയ്ത ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് ഇത് യാതൊരു കാരണവശാലും ഇത് മാറ്റൊന്നുമില്ല, മറിക്കൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ കടന്ന് ഒഴുകി എൻ്റെ അടുത്ത് തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഉണ്ട്. ആ കുട്ടികൾ ഇതിനെ അവർക്കൊക്കെ ഇപ്പോൾ പറിച്ചുവാനി പിടിച്ച് പല അസുഖങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. 10 വർഷത്തിന് മുമ്പ് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പഞ്ചായത്ത് വാങ്ങിയ ട്രാക്ടർ മാർക്കറ്റിലെ ഒരു കെട്ടിടത്തിൽ അടച്ചുപൂട്ടിയ നിലയിൽ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഈ ട്രാക്ടർ ഉപയോഗിക്കാൻ കഴിയുമെന്നും അധികൃതർ അടിയന്തരമായി മാലിന്യ നിർമ്മാർജ്ജനത്തിന് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡിവൈഎഫ്ഐ കുളനട മേഖലാ സെക്രട്ടറി അനു PTN ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെയും ഇന്നുമായി മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം നടത്തിയതിനെ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് അധികൃതർ സമ്മതിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി ഡിവൈഎഫ്ഐ സമരത്തിലാണ്. ഈ പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ പഞ്ചായത്ത് യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ ഇന്നലെയും ഇന്നുമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അധികാരികൾ പല മുടന്തൻ ന്യായങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഫണ്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ വാർഡുകളിലേക്കും 10,000 രൂപ വീതം ശുചീകരണ പ്രവർത്തനത്തിന് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അറിയത്തില്ല എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറയുന്നത്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഉപരോധ സമരം CPIM ഉള്ളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N ജീവരാജൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ബാബു സൌമേൽ, VV സുഭാഷ്, അജിത്, പോൾരാജൻ, ലിജു തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പന്തളം.